ഹായ്, നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ബോർഡ് ലെവലിൽ നമുക്ക് ഏരിയ അണ്ടർ ദി കർവ് മാത്രമേ ഈ ഒരു ചാപ്റ്ററിന് പഠിക്കാനുള്ളൂ. പക്ഷേ നമ്മൾ കീം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആക്ച്വലി ഏരിയ ബിറ്റ്വീൻ ദ കർവ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടിയുണ്ട്. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് എന്താ, ഒരു കേവിന്റെ തൊട്ട് താഴെ വരുന്ന പോർഷന്റെ ഏരിയ എങ്ങനെ കണ്ടെത്താം, ഇത് രണ്ട് കേവ് ഒരുമിച്ച് വരികയാണെങ്കിൽ ഇതിന്റെ നടുവിൽ വരുന്ന സ്പേസിന്റെ ഏരിയ എങ്ങനെ കണ്ടെത്താം, അതുകൂടി നമുക്ക് കീമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പം അതിൻ്റെയും കുറച്ച് ചോദ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ തുടങ്ങാം. അതാ നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നോക്കേ. ദ ഏരിയ ഓഫ് ദി സ്മോളർ സെഗ്മെന്റ് കട്ട് ഓഫ് ഫ്രം ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 ബൈ എക്സ് ഈക്വൽ ടു 3. അപ്പോൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ഇതാണ് ഒന്ന്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറയുന്ന സർക്കിള് എക്സ് ഈക്വൽ ടു 3 ആൽ കട്ട് ഓഫ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെഗ്മെന്റുകളിൽ സ്മോളർ സെഗ്മെന്റിന്റെ ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, എക്സ് സ്ക്വയർ പ്ലസ് ഒരു ഫിഗർ ഞാൻ വെറുതെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിളിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സെന്റർ ഒറിജിൻ ആയിരിക്കും സെന്റർ വരുന്നത്. അതേപോലെ തന്നെ റേഡിയസ് വരുന്നത് ആർ സ്ക്വയർ വരുന്നത് ഈ നമ്പറാണ്. ആർ സ്ക്വയർ ആ നമ്പർ ആണെങ്കിൽ റേഡിയസ് 5 ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ മാർക്ക് ചെയ്യേണ്ടത് 0യും ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് 5 ആണ്. ഓക്കെ, ഈ സർക്കിളിനെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ് എക്സ് ഈക്വൾ ടു 3. എക്സ് ഈക്വൾ ടു 3 എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെയല്ലേ വരിക, ശരിയല്ലേ? വൈ ആക്സിന് പാരലായിട്ട് 3ൽ കൂടെ എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടും പാസ് ചെയ്ത് പോകുന്ന ഇങ്ങനെ ഒരു ലൈൻ. ഇത് സർക്കിളിനെ രണ്ട് സെഗ്മെന്റുകളാക്കുന്നുണ്ട്. ഒരു സെഗ്മെന്റ് ഇതാ ഒരു സെഗ്മെന്റ്, രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇതാ രണ്ടാമത്തെ സെഗ്മെന്റ്. ഓക്കെ, രണ്ടാമത്തെ സെഗ്മെന്റ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇതിന്റെ ഏരിയ കണ്ടെത്തണമെങ്കിൽ ഒബ്വിയസ്ലി വളരെ സിമ്പിൾ ആയുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇത് രണ്ടും ഒരു സിമെട്രിക് ആയിട്ടുള്ള രീതിയിലുള്ളത്, കാരണം സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ആണ്, എല്ലാ ക്വാഡ്രന്റിലും ഈക്വൽ പോർഷൻ ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഇത് ലൈന് വെച്ച് കട്ട് ചെയ്താൽ ഇതിന്റെ മുകളിലോട്ടുള്ളതും താഴോട്ടുള്ളതും ഈക്വൽ ഏരിയ ആയിരിക്കും. ബട്ട് ഈ ഫംഗ്ഷൻ ഇല്ലേ, ഏത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 എന്ന് പറയുന്നത്, ഇതിനെ നിങ്ങൾ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നും വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നൊക്കെ വരും. ഞാൻ എന്തിനാണ് അങ്ങനെ എഴുതുന്നത്? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ 3 മുതൽ 5 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ പോർഷൻ്റെ ഏരിയ കിട്ടും. പക്ഷേ ആ പോർഷൻ്റെ ഏരിയ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ പോർഷൻ്റെ ഏരിയ മാത്രം കിട്ടിയിട്ട് കാര്യമല്ല. അതെന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഈ സെഗ്മെൻറ്റിൻ്റെ മൊത്തം ഏരിയ വേണം. അപ്പോൾ ഇൻറ്റു 2 കൂടി ചെയ്താലേ ആ ഒരു പോർഷൻ്റെ ഏരിയ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. സിമ്പിൾ കാര്യമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നോക്കിക്കോ നിങ്ങൾ, ഞാൻ ചെയ്യുന്നത് ഏരിയ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 3 മുതൽ 5 വരെ ഈ കേവിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 3 മുതൽ 5 വരെ ആ വൈ എന്ന് പറയുന്ന ആ കേവിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആ പോർഷൻ്റെ ഏരിയ മാത്രമേ കിട്ടൂ. ഒരു ഇൻറ്റു 2 കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടോട്ടൽ ഏരിയ കിട്ടും. ഇനി നോക്ക്, നിങ്ങളുടെ ടോട്ടൽ ഏരിയ കണ്ടെത്തണമെങ്കിൽ 3 മുതൽ 5 വരെ വൈ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, നോക്ക്, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ആൻസർ എങ്ങനെ വരികയെന്നറിയോ? x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. 3 മുതൽ 5 വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 2 കോൺസ്റ്റന്റ് ഉണ്ട്, അതവിടെ പുറത്ത് നിൽക്കട്ടെ. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കേ, എ സ്ക്വയർ ആയിട്ട് ഇവിടെ ഉള്ളത് ആരാന്നറിയോ? നിങ്ങൾ കുറച്ച് സ്പീഡ് ചെയ്യണം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് സ്ലോ ആവുന്നത്, അല്ലെങ്കിൽ സ്പീഡ് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ x/2 തന്നെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതായത് 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ, ബൈ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5ഉം കൊടുക്കാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇതിൻ്റെ ആൻസർ. പക്ഷേ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ലോവർ ലിമിറ്റ് 3ഉം അപ്പർ ലിമിറ്റ് 5ഉം കൊടുക്കാം. ഇനി എന്താ ചെയ്യുക? എക്സ് ഉള്ളിടത്തൊക്കെ ആദ്യം ഇവിടെ 5 കൊടുക്കുക, മൈനസ് എക്സ് ഉള്ളിടത്തൊക്കെ 3ഉം കൊടുക്കുക, എന്നിട്ട് വാല്യൂ ഫൈൻഡ് ചെയ്യുക. സോ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എഴുതുന്ന സമയത്ത് നോക്കേ, 2 ഇൻറ്റു എക്സ് ഉള്ളിടത്തൊക്കെ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് 5. അപ്പോൾ ആദ്യം x/2 എന്നുള്ളത്, അപ്പോൾ അവിടെ 5 കൊടുക്കണം. 5/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതായത് 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അപ്പോൾ 5 സ്ക്വയർ മൈനസ് എക്സിന് പകരം 5 അല്ലേ, അപ്പോൾ 5 സ്ക്വയർ തന്നെ പ്ലസ് എ സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ ബൈ 2 തന്നെയാണ്. അപ്പോൾ 5 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/5, അതായത് x/a. എക്ക് പകരം 5 അല്ലേ കൊടുത്തത്, എ സ്ക്വയർ 5 സ്ക്വയർ ആണെങ്കിൽ 5 ആണല്ലോ. x/5 വീണ്ടും നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? ആദ്യം എക്സിന് പകരം 5 കൊടുക്കുക, അപ്പോൾ 5/5 അത് കഴിഞ്ഞു. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് മൈനസ്, പിന്നെ ആരെ മൈനസ് ചെയ്യണമെന്നറിയോ?
എക്സിന് പകരം 3 കൊടുത്തിട്ടുള്ളത് മൈനസ് ചെയ്യുക. അപ്പോൾ എക്സിന് പകരം 3 കൊടുത്താൽ നോക്ക് നിങ്ങൾ, 3/2 റൂട്ട് ഓഫ് 5² മൈനസ് x² എന്നാ, ശരിയല്ലേ? അപ്പോൾ എക്സിന് പകരം ആദ്യം അവിടെ കൊടുക്കേണ്ടത് ആരാ? 3 അല്ലേ? x/2 ആണ്, അപ്പോൾ 3/2 റൂട്ട് ഓഫ് a² മൈനസ് x² ആണ്, അപ്പോൾ 5² മൈനസ് x², 5² മൈനസ് 3² പ്ലസ് 5²/2 സൈൻ ഇൻവേഴ്സ് x/5 ആ, അപ്പോൾ പ്ലസ് 5²/2 സൈൻ ഇൻവേഴ്സ് x/5. എക്സിന് പകരം ആരെ കൊടുക്കുക? 3 കൊടുക്കുക, 3/5 ഇങ്ങനെ വരിക. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 2 ഇൻറ്റു ഇത് 0 ആയിപ്പോ, 5² മൈനസ് 5² 0, 0 ഇൻറ്റു 5/2 0. ഇവിടുത്തതോ ഇവിടെ സൈൻ ഇൻവേഴ്സ് 5/2 എന്നല്ല കേട്ടോ, 5/5 എന്നാണ് നമ്മൾ എഴുതിയത്, മാറിപ്പോയതാണ്. സൈൻ ഇൻവേഴ്സ് x/a അല്ലേ, അപ്പോൾ 5/5. അടുത്ത സ്റ്റെപ്പിൽ 5²/2 എന്ന് പറഞ്ഞാൽ 25/2, സൈൻ ഇൻവേഴ്സ് 5/5 എന്ന് പറഞ്ഞാൽ 1 മൈനസ്, മൈനസും ഇതും ചെയ്യുന്നാൽ ഇത് ബ്രാക്കറ്റിലേക്ക് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് 3/2 റൂട്ട് ഓഫ് 5² മൈനസ് 3² എന്ന് പറഞ്ഞാൽ 25 മൈനസ് 9 16, മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 25/2 സൈൻ ഇൻവേഴ്സ് 3/5 ഒന്നും കിട്ടും. റെഡി? ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത സ്റ്റെപ്പ് സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2 അല്ലേ, അപ്പോൾ 2 ഇൻറ്റു 2 പുറത്താണ്, 25/2 സൈൻ ഇൻവേഴ്സ് 1 π/2 മൈനസ് 3/2 ഇൻറ്റു റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, ആൻഡ് 25/2 മൈനസ് 25/2 സൈൻ ഇൻവേഴ്സ് 3/5 ഒന്ന് വീണ്ടും എടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ 25/2 രണ്ടിടത്തുള്ളത് കൊണ്ട് കോമൺ ചെയ്യാം കേട്ടോ. കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ π/2 വരും, മൈനസ് ഇവിടുന്ന് സൈൻ ഇൻവേഴ്സ് 3/5 വരും. ബുദ്ധിമുട്ടില്ലല്ലോ. റെഡി? ഓക്കെ, അപ്പോൾ ഇതും ഇനി മൈനസ് 3/2 ഇൻറ്റു 4 ഉള്ളത്, 3 ഇൻറ്റു 4 12, 12/2 എന്ന് പറഞ്ഞാൽ 6 ആ കിട്ടുക, അപ്പോൾ മൈനസ് 6ഉം ഇത്രയും ഉണ്ടാവും. ഇത് നോക്ക്, π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 3/5 അല്ലേ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളിത് പഠിച്ചു വെക്കണം, കാരണം ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിത് എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല സൈൻ ഇൻവേഴ്സിൻ്റെ ടേമിൽ, ഓപ്ഷൻ ഒക്കെ കോസ് ഇൻവേഴ്സിൻ്റെ ടേമിൽ. അപ്പം നിങ്ങൾ ഉത്തരം എഴുതി വന്നിട്ട് നിങ്ങൾ ഓപ്ഷനിലേക്ക് കൂടി ഒന്ന് നോക്കണം, എന്നിട്ട് ആൻസർ ചെയ്താവും. അല്ലെങ്കിൽ നമുക്ക് വളരെ അടിപൊളിയായിട്ട് ഇവിടുന്ന് ഈ 2 കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 25 ഇൻറ്റു π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 3/5 മൈനസ് 2 ഇൻറ്റു 6 12 എന്നൊക്കെ പറഞ്ഞ് എഴുതി നിർത്താം. പക്ഷേ ഇവിടെ സൈൻ ഇൻവേഴ്സിൻ്റെ ടേമിലല്ല, ഒക്കെ കോസ് ഇൻവേഴ്സിൻ്റെ ടേമിലായതുകൊണ്ട് നിങ്ങൾ ഈ π/2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിന് നിങ്ങൾക്ക് π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതി കൂടെ ഇവിടുന്ന്. അതേ സാധനം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയോ, ഇതിനാ കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് എഴുതുന്നു. നോക്കി, 2 ഇൻറ്റു ബ്രാക്കറ്റിൽ 25/2 കോസ് ഇൻവേഴ്സ് എക്സാ, അപ്പോൾ എക്സിന് പകരം ഇവിടെ ഉള്ളത് ആരാ നോക്ക്, 3/5 കോസ് ഇൻവേഴ്സ് 3/5 മൈനസ് ആര് കൂടിയുണ്ട് 6. ഈ 2ന് ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 25/2, 2 2 കട്ട് ചെയ്തു, 25 കോസ് ഇൻവേഴ്സ് 3/5 മൈനസ് 2 ഇൻറ്റു 6 എന്ത് വരും, 12 വരും. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് ഏകദേശം. 25 കോസ് ഇൻവേഴ്സ് 3/5 എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ വരുന്നത് 25 കോസ് ഇൻവേഴ്സ് 3/5 മൈനസ് 12, 25 കോസ് ഇൻവേഴ്സ് 3/5 മൈനസ് 12. ഇതാണ് അപ്പോൾ നിങ്ങളുടെ ആൻസർ കറക്റ്റ് കിട്ടുക. കണ്ടോ? റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതുകൂടി കണ്ടിട്ടുണ്ട് കേട്ടോ, ഇതുകൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്മോളർ സെഗ്മെന്റിന്റെ ഏരിയ മൊത്തം കിട്ടിയിട്ടുണ്ട്, കാരണം 2 കൊണ്ട് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 3 മുതൽ 5 വരെ കർവിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ആ ബ്ലൂ ഷെയ്ഡ് ചെയ്ത പാർട്ടേ കിട്ടും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് മൊത്തത്തിൽ കിട്ടി. റെഡി? അപ്പോൾ കീം ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്? നമ്മൾ സാധാരണ ഉള്ളതുപോലെ നിങ്ങൾ വാരി വലിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊന്നും വേണ്ട, പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. ആൻഡ് അതിലുപരി ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം പെട്ടെന്ന് ആൻസർ കിട്ടും. സിമ്പിളാണ്, അല്ലാതെ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അടുത്ത ദിവസം നോക്കുക. The area of the region bounded by the curve y equal to 3x² and the x-axis between x equal to -1 and x equal to 1. ഇത് വളരെ നോർമൽ ആയുള്ള നമ്മുടെ ഏരിയ അണ്ടർ ദി കർവ് വെച്ച് തന്നെ ചെയ്താൽ മതി. ശ്രദ്ധിച്ചോ, ഈ y equal to x² എന്ന് പറയുന്ന ഗ്രാഫാണ് ഇത്. y equal to x² യു ഷേപ്പിൽ പോകുന്ന y equal to x² എന്ന് പറയുന്ന ഗ്രാഫ്. അപ്പോൾ y equal to 3x² ആകുമ്പോഴും പ്രത്യേകിച്ച് ഷേപ്പിൽ മാറ്റമൊന്നും സംഭവിക്കില്ല, ഒന്നിങ്ങനെ ഇടുങ്ങി ചേരുന്നേ ഉള്ളൂ. അതായത് x1 എടുക്കുമ്പോൾ y3 ആയി പോകും. ഇവിടെ x1 എടുക്കുമ്പോൾ y1 തന്നെ കിട്ടുക. പക്ഷെ നമ്മളിവിടെ x1 എടുക്കുമ്പോൾ 3 ആണ് കിട്ടുമെങ്കിൽ
നമ്മളിതാ ഇതൊന്നുകൂടി x1 എടുക്കുമ്പോൾ 3 എന്നുള്ള രീതിയിൽ ഇതാ 3 ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ 3 ആയിരിക്കും വരിക. ഇങ്ങനെ ഒന്ന് ഇടുങ്ങിയിട്ടായിരിക്കും അതിൻ്റെ ഗ്രാഫ് വരിക. അത്ര പ്രത്യേകമായിട്ട് ഇതിന് മാറ്റം വരുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. റെഡി? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചോ, ഇത് രണ്ടും സെയിം സംഭവം തന്നെ. ഒരു ഫംഗ്ഷനോട് നിങ്ങളൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ന് വിചാരിച്ച് അതിൻ്റെ ഗ്രാഫിൻ്റെ സ്ട്രക്ചറിൽ മാറ്റമൊന്നും വരില്ല. ആ ഷേപ്പ് അത് തന്നെ ആയിരിക്കും, പക്ഷേ സ്ട്രക്ചറിൽ മാറ്റം വരുമെന്ന് വെച്ചാൽ സത്യത്തിൽ അത് ചിലപ്പോൾ ഒന്ന് ഇടുങ്ങും, ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ വ്യാപിക്കും, അങ്ങനെ എന്തെങ്കിലേ വരും. പക്ഷേ ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആക്ച്വലി കേവ് എന്ന് പറയുന്നത്. y = 3x² എന്ന് പറയുന്ന കേവ്. റെഡിയാണ്? ഇത് 0 വരിക, 0. ഇനി ചോദ്യം ഇതാണ്, എക്സ് ആക്സിസും ഈ കേവും അതേപോലെ x -1 ഉം 1 ഉം. x = -1 എന്ന് പറഞ്ഞാൽ ഇവിടെ -1, ഇവിടെ 1. അപ്പോൾ x = -1 എന്ന് പറയുന്ന ലൈന് ഇതല്ല, x = -1 എന്ന് പറയുന്ന ലൈന് ഇതല്ല, x = 1 എന്ന് പറയുന്ന ലൈന്. ഓക്കെ, അപ്പോൾ നോക്ക്, ഇത് നമുക്ക് ഏരിയ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഈ കേവ് എന്ന് പറഞ്ഞത് ഇത് x = -1 അതായത് x = 1 അതായത് ഇത് നിങ്ങളുടെ എക്സ് ആക്സിസ് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞത് ഇതാ. അപ്പോൾ ആ ഏരിയ കണ്ടെത്തേണ്ടത് സിമ്പിളാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? -1 മുതൽ 0 വരെയും 0 മുതൽ 1 വരെയും കണ്ടെത്താം ഒന്ന്. അല്ലെങ്കിൽ ഇതാ, അപ്പോൾ നോക്കിയോ, ഞാൻ ഈ കേവ് y = 3x². നിങ്ങൾക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? -1 മുതൽ 0 വരെ ഇവിടെ ഒരു ബ്രേക്കിംഗ് നടക്കുന്നുണ്ടല്ലോ. 0 വരെ ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ആ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പ്ലസ് പിന്നെ എന്ത് ചെയ്യാം? 0 മുതൽ 1 വരെയും ആ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി ഇത് രണ്ടും സിമെട്രിക് ആയിട്ടാണ് പോകുന്നത്. കാരണം -1 ഉം 1 ഉം ഇവിടുന്ന് 1 യൂണിറ്റ് ലെഫ്റ്റ് ആണ്, ഇവിടുന്ന് 1 യൂണിറ്റ് റൈറ്റ് ആണ്. ഇപ്പോൾ കട്ട് ചെയ്യുന്ന നമ്മുടെ ഷേപ്പ് ആണെങ്കിൽ കറക്റ്റ് y ആക്സിസ് വെച്ചിട്ട് സിമെട്രിക് ആകുന്നതുമാണ്. y ആക്സിസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെയും ഈക്വൽ പാർട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഏരിയ കണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ? അതാണ് സിമ്പിൾ. അതും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, -1 മുതൽ 0യും 0 മുതൽ 1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഒറ്റയടിക്ക് -1 മുതൽ 1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും മതി. ഇങ്ങനെ ചെയ്താലും ശരിയാ. ഇനി നോക്ക്, 3 കോൺസ്റ്റന്റ് ആണ്. x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് x³ 3 കിട്ടും. ലിമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ -1 to 1 കിട്ടും. 3 കട്ട് ചെയ്ത് പോയാൽ x³ -1 to 1. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, 1³ മൈനസ്. പിന്നെ എക്സിന് -1ന്റെ ക്യൂബ് കൊടുത്താൽ -1³ അതായത് 1 -1ന്റെ ക്യൂബ് -1. 1 + 1 ആൻസർ എന്ത് വരും? 2 വരും. അപ്പോൾ 2 സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും ആക്ച്വലി എന്ത് വരിക? നിങ്ങളുടെ ആ പോർഷൻ്റെ ഏരിയ വരിക. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോജിക് അവിടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈസിയാണ്, ബുദ്ധിമുട്ടില്ല. ആൻഡ് 1 more ക്വസ്റ്റ്യൻ, നമുക്കൊരു ചോദ്യം കൂടി ഇതിൽ നിന്ന് ചെയ്തു നോക്കാം. ഇത് ഏരിയ ബിറ്റ്വീൻ ദ കേവ്സാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏരിയ അണ്ടർ ദി കേവ്സും ഏരിയ ബിറ്റ്വീൻ ദ കേവ്സും നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ദ ഏരിയ ഓഫ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എൻക്ലോസ്ഡ് ബൈ ദി കേവ് y = √x, y = -x+6. ഈ -x+6 y = -x+6 എന്ന് പറഞ്ഞാൽ ഇതെന്താ? ആക്ച്വലി ഇതൊരു ലൈനാ അല്ലേ? ax + by = c, ax + by + c = 0 എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഒരു ലൈനാണത്. ലൈൻ്റെ ഇക്വേഷൻ എപ്പോഴും നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ലൈൻ്റെ ഇക്വേഷൻ വരിക? എക്സും വൈയും ഉള്ള ടേം ഉണ്ടാവും അവിടെ, അതിൻ്റെ പവർ 1 ആയിരിക്കും. ഓക്കെ, ലീനിയർ എക്സ്പ്രഷൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ടേംസിലായിരിക്കും എഴുതുക. അവിടെ എക്സിൻ്റെയും വൈയുടെയും കൂടിയും വരും കേട്ടോ. ഓക്കെ, അത് കാര്യം ശ്രദ്ധിക്കുക. ആൻഡ് അടുത്തത് നമുക്ക് ഈ ലൈന് y = √x പ്രശ്നം എന്താണെന്നറിയാം? നിങ്ങൾ അതിൻ്റെ ഗ്രാഫിൻ്റെ സ്ട്രക്ചർ ആലോചിച്ച് വെക്കുക. y = √x ആണെങ്കിൽ ഇതാണ് y = √x ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എടുക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാം y² = x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് പാരബോള എക്സ് y². അപ്പോൾ പോസിറ്റീവ് x ആക്സിലേക്ക് ഓപ്പൺ ആയി കിടക്കുന്ന ഈ പാരബോളയാണ്. ഇതിനെ അല്ലേ നമ്മൾ y = √x എന്ന് എടുക്കുക. അപ്പോൾ ഈ ഷേപ്പ് തന്നെയല്ലേ കിട്ടേണ്ടത്? അല്ല, സ്ക്വയർ റൂട്ട് ആണെങ്കിൽ ഫംഗ്ഷൻ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ എഴുതുന്നതാണ് ഫംഗ്ഷൻ എങ്കിൽ നിങ്ങൾ അതിന് പോസിറ്റീവ് വാല്യൂ മാത്രമേ y വാല്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യും, റേഞ്ച്. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ടുള്ള വാല്യൂസ് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ റേഞ്ച് ആയിട്ട് വരും. y = √x എന്ന് പറഞ്ഞ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇനി അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? y = x+6 എന്നല്ലേ ഏറ്റവും ഭംഗിയായിട്ട് ഇത് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ y = x+6 അല്ല, y = -x+6. ഈ -x ഇങ്ങോട്ട് വന്നാൽ x + y = 6 എന്ന് വരും. ഓക്കെ, ഈ ലൈൻ എങ്ങനെ വരയ്ക്കുക? സിമ്പിൾ കാര്യമാണ്, വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കിയാലും മതി. ഇതാണ് ഏറ്റവും ഈസി ആയുള്ളത്. എക്സിന് 0 കൊടുത്ത് നോക്കുക. എക്സിന് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ y 6 കിട്ടും.
വൈക്ക് 0 കൊടുത്ത് നോക്കുക. വൈക്ക് 0 കൊടുത്താൽ എക്സും 6 കിട്ടും. അതായത് എക്സ് 0 ആകുമ്പോൾ വൈ 6. അപ്പോൾ ഇവിടെ 6 ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, 0 6. വൈ 0 ആകുന്ന സമയത്ത് എക്സ് 0 ആകുന്ന സമയത്ത് വൈ 6. ഓക്കെ, എക്സ് 6 ആകുന്ന സമയത്ത് വൈ 0, അതായത് വൈ 0 ആകുന്ന സമയത്ത് എക്സ് 6. അപ്പോൾ ഈ 2 പോയിന്റും കിട്ടി. ഇതേതാ പോയിന്റ്? ഇത് 6 0. ഇതേതാ പോയിന്റ്? ഇത് 0 6. എന്നിട്ട് ഇതാ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടി. ഇനി നോക്കി എന്താ വേണ്ടത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എൻക്ലോസ്ഡ് ബൈ കേർവ്സ്. അപ്പോൾ ഈ y √x എന്ന് പറയുന്ന കേർവ്, ഈ ലൈന് ആൻഡ് എക്സ് ആക്സിസ്, അപ്പോൾ മൂന്നും കൂടി എൻക്ലോസ് ചെയ്യണമെങ്കിൽ ഇതാ ഈ ഒരു പോർഷൻ. എക്സ് ആക്സിസും ഇല്ലേ, എക്സ് ആക്സിസ് ആണ് പറഞ്ഞത്, y ആക്സിസ് ആണ് നമുക്ക് ഇത് എടുക്കായിരുന്നു ഈ പോർഷൻ. അപ്പോൾ അതാ നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ട റീജിയൻ എന്ന് പറയുന്നത് ഇതാ, ഇതിൻ്റെ ഏരിയ കണ്ടെത്തേണ്ടത്. ഇവിടെ ഏരിയ കണ്ടെത്തുമ്പോൾ എന്താ പ്രശ്നം എന്നറിയണം. ഞാൻ എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? 0 മുതൽ 6 വരെ ചെയ്യണം. ആക്ച്വലി 0 മുതൽ 6 വരെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താലേ എനിക്ക് ആക്ച്വലി എന്ത് കിട്ടും? ഏരിയ കിട്ടും. പക്ഷേ പ്രശ്നം, ഞാൻ ഈ പോയിന്റ് വരെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ ഈ കേർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ ആണ് കാണേണ്ടത്. ഈ പോയിന്റിന് ശേഷം ഈ ലൈനിൻ്റെ അണ്ടറിലുള്ള ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ട് അവിടെ. ഈ പോയിന്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. 0 മുതൽ ഈ പോയിന്റ് വരെ നോക്കിക്കോ, ഏരിയ ബിറ്റ്വീൻ ദ കേർവ്സ് നിങ്ങൾ എപ്പോഴും കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ പോയിന്റ് മുതൽ 2 കേർവ്സിൻ്റെ ഇടയിലുള്ള സ്പേസ് അല്ലേ, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ നിങ്ങളുടെ ഈ കേർവിൻ്റെ അണ്ടറിലുള്ള ഏരിയയും ഈ പോയിന്റ് മുതൽ 6 വരെ ലൈനിൻ്റെ അണ്ടറിലുള്ള ഏരിയയും കണ്ടെത്തുക. അപ്പോൾ എങ്ങനെ? ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? വളരെ സിമ്പിൾ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റ് ഏതാണ് എക്സ് ആക്സിലെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? നോക്ക്, ഈ പോയിന്റ് ഇത് എക്സ് കോർഡിനേറ്റ് ഇവിടെ എക്സ് ആണ് എന്നുള്ളത് എന്ന് വിചാരിച്ചോ. ഈ എക്സ് രണ്ടിലും കോമണാണ്. അപ്പോൾ ഈ കോർഡിനേറ്റ് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഈ കോർഡിനേറ്റ് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ ആദ്യത്തതിൽ y √x എന്ന് എടുത്തിട്ടുണ്ട്, രണ്ടാമത്തതിൽ y -x+6 എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ y വാല്യൂ ഉണ്ടല്ലോ, ഈ y വാല്യൂ ഇവിടെ കൊടുത്താലും തെറ്റില്ല. അതായത് നിങ്ങളുടെ ലൈനിൽ വരുന്ന അതേ y വാല്യൂ തന്നെയാണ് നിങ്ങളുടെ ഈ √x ഗ്രാഫിൽ വരുന്നതും. ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് ആ y കോർഡിനേറ്റ്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള y കോർഡിനേറ്റ് ആയതുകൊണ്ട് ഈ പോയിന്റ് ഇവിടുത്തെ y കോർഡിനേറ്റ് √x, ഇവിടുത്തെ y കോർഡിനേറ്റ് ഇതിൽ -x+6 രണ്ടിൽ ലൈനിൽ. അപ്പോൾ അത് രണ്ടും സെയിമാണ്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട, ഇവിടെ yക്ക് പകരം -x+6 കൊടുക്കുക. -x+6 √x, അല്ലെങ്കിൽ 6 - x √x എന്ന് എഴുതാം. ഇവിടുന്ന് x കണ്ടെത്തിയാൽ ഈ പോയിന്റ് കിട്ടും. റെഡി? രണ്ട് ഭാഗത്ത് സ്ക്വയർ എടുത്താൽ 6 - x ദ ഹോൾ സ്ക്വയർ x എന്ന് കിട്ടും. ഇവിടെ √x സ്ക്വയർ എടുത്താൽ x. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 6² - 2x 2 × 6 × x 12x + x² വിച്ച് ഈസ് ഈക്വൽ ടു x എന്ന് കിട്ടും. ഒന്നുകൂടി ഭംഗിയാക്കി എഴുതിയാൽ x² ഈ +x ഇങ്ങോട്ട് വരുമ്പോൾ -x ആവും, -12x -x -13x ആവും, +6² എന്ന് പറഞ്ഞാൽ 36 ആവും, ഈക്വൽ ടു 0. ഇത് നമുക്ക് കിട്ടി. ഇനിയോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതെങ്ങനെ സോൾവ് ചെയ്യുക? ഫാക്ടേഴ്സ് ആക്കി എഴുതി കൂടെ. പ്രൊഡക്റ്റ് 36ഉം സം എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് വരുന്ന രീതിയിൽ, സം എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് -13 വരുന്ന രീതിയിൽ രണ്ട് നമ്പർ പറ. പ്രൊഡക്റ്റ് 36 സമ്മ് -13 ആകണം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് -4ഉം -9ഉം എടുക്കുന്നതാണ്. പ്രൊഡക്റ്റ് 36ഉം ആണ്, സമ്മ് -13 ആണ്. അത് നിങ്ങൾ ചിന്തിച്ച് എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് x - 4 × x - 9 എഴുതാം. കാരണം നിങ്ങൾക്ക് ഇവിടെ -4ഉം -9ഉം കിട്ടിയത് കൊണ്ട് x - 4 x - 9 ആണ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 കിട്ടും. അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ 4 വരും, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 9 വരും. 4ഓ 9ഓ വരും. ഒബ്വിയസ്ലി ഒരു കാര്യം ഉറപ്പാണ്, ഇതെന്തായാലും 9 ആവില്ല, കാരണം ഇവിടെ 6 ഉണ്ട്. ഓക്കെ, അപ്പം 9 എന്നുള്ള ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നു. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ വരുന്നത് എന്താ? 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏരിയ കണ്ടെത്തേണ്ട സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഏരിയ ഈസ് ഈക്വൽ ടു 0 മുതൽ എക്സ് ആക്സിലെ 0 മുതൽ 4 വരെ ആര് ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഇതിനെടാ, ഇതെന്താ? ഇത് y √x എന്ന് പറയുന്ന കേവാ. അപ്പോൾ √x ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പ്ലസ് കഴിഞ്ഞിട്ടില്ല, 4 മുതൽ എവിടെ വരെ? 6 വരെ ആര് ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഈ ലൈനാണ്. ഈ ലൈന് y = എന്ന് പറഞ്ഞ എഴുതണേ, അത് നിർബന്ധമാണ്. y = എന്ന് പറഞ്ഞ എഴുതിയിട്ട് മാത്രമേ നിങ്ങൾ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിൽക്കാവൂ. അപ്പോൾ അതിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. റെഡി? √x ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? √x ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ √x ഇൻ്റഗ്രൽ 2/3 x⁻³ അല്ലേ? ഓക്കെ, അത് കിട്ടി. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി 0 to 4 കൊടുക്കണം. കോൺസ്റ്റൻറ്റിന് കൊടുക്കണ്ട, എക്സ് ഉള്ള വേരിയബിളിന് മാത്രം കൊടുത്താൽ മതി. പ്ലസ്
ഇവിടുത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സിൻ്റെത് മൈനസ് കോൺസ്റ്റൻറ്റ് എക്സിൻ്റെത് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. പ്ലസ് 6 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 6x എന്നല്ല കിട്ടുക, 6dx എന്നാണ് വരിക. 6dx ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 6 കോൺസ്റ്റൻറ്റ് പുറത്ത്, dx ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് എഴുതി. ആൻഡ് അടുത്തത് 4 6 റെഡി. ഇനി വാല്യൂസ് കൊടുക്കുക അല്ലേ. അപ്പോൾ ആദ്യത്തതിൽ 2/3 ഇൻറ്റു എക്സ് റൈസ് ടു 3/2 ആദ്യം അപ്പർ ലിമിറ്റ് പിന്നെ ലോവർ ലിമിറ്റ്. 4/3/2 മൈനസ് 0/3/2. ഓക്കെ, ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇല്ല അവിടെ. അത് ഞാൻ 6x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ ആദ്യം എക്സിന് പകരം 6 കൊടുത്താൽ നമുക്ക് 6 ഇൻറ്റു 6 മൈനസ് 6x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2, അപ്പോൾ മൈനസ് 6 സ്ക്വയർ ബൈ 2 എന്ന് വരും. ഓക്കെ, ആദ്യം ഇത് മൈനസ്, പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സിന് പകരം 4 കൊടുക്കുക. 4 കൊടുക്കുന്ന സമയത്ത് 6 ഇൻറ്റു 4 മൈനസ് 4 കൊടുത്താൽ 4 സ്ക്വയർ ബൈ 2 എന്നും കിട്ടും. റെഡി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്ക്. ഈ 2/3 നിങ്ങൾക്ക് 4/1/2 ഹോൾ ക്യൂബ് എന്ന് എഴുതാം, പ്രശ്നമല്ല. ഇത് നിങ്ങൾക്ക് 36 മൈനസ് 18 എന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് 24 മൈനസ് 4 സ്ക്വയർ എത്രയാ? 16. 16/2 8. അപ്പോൾ 24 മൈനസ് 8 അത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. അപ്പോൾ 18 മൈനസ് 16. ഓക്കെ, 4/1/2 എന്ന് പറഞ്ഞാൽ √4 √4 എന്ന് പറഞ്ഞാൽ 2 അപ്പോൾ നിങ്ങൾക്ക് അവിടെ വരുന്നത് എന്താണെന്നറിയോ? 2ന്റെ ക്യൂബ് 8 പ്ലസ് 2 എന്ന് കിട്ടും. 2 ക്യൂബ് 8 അല്ലേ? 8 ഇൻറ്റു 2 16 അപ്പോൾ 16/3 പ്ലസ് 2 എന്ന് കിട്ടും. എന്താ നിങ്ങളുടെ ഓപ്ഷനിലുള്ളത് നോക്ക്. 16/3 പ്ലസ് 2 ഒന്ന് ക്രോസ് ചെയ്ത് നോക്ക്. 16 പ്ലസ് 2 ഇൻറ്റു 3 6/3 സോ 22/3 എന്ന് വരും. അപ്പോൾ 22/3 ആണ് ആക്ച്വലി എന്ത് നമ്മളുടെ ആ പോർഷൻ്റെ ഏരിയ വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ്. ഐഡിയ മനസ്സിലായോ? ഇങ്ങനെയാണ് നിങ്ങൾ ഏരിയ ബിറ്റ്വീൻ ദ കേഴ്സും അണ്ടർ ദി കേഴ്സും ചെയ്യേണ്ടത്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം.